നടി റിനി ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇതേ കണത്തുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ശേഷമാണ് രാഹുലിനെതിരെ ഒരുപാട് ആൾക്കാർ ഇതേ കണത്തുള്ള രംഗത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ റിനി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്കുണ്ടെങ്കിൽ ആരായിരുന്നാലും ശരി വെളിയിൽ വരാം, അല്ലെങ്കിൽ ഇതേ കണക്ക് പരാതി കൊടുത്ത സ്ത്രീ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേരുണ്ട് ഇപ്പോഴത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. ഇതേ കണത്തുള്ള വല്ല പരിപാടിയൊക്കെ ആൾക്കാരെ കംപ്ലൈൻറ്റുമായിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വന്നിട്ട് അവൾ ഫേക്കാണ് അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. ചില സമയങ്ങളിൽ അത് കറക്റ്റാണ്. ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് ഫേക്കായിട്ടും കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഇതേ കണക്ക് പരാതി കൊടുക്കാൻ വരുന്നവർക്ക് വരെ പേടിയായിട്ടുള്ള രീതിയിലാണ്. ഇന്നാൾ 1 വർഷം 2 വർഷം മുമ്പാണ് ഇതേ കണക്കൊരു സംഭവം നടന്നത്. ബസ്സിൽ വെച്ചൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരുത്ത് മോശമായിട്ടുള്ള പെരുമാറി എന്നുള്ള രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് അവനെ സപ്പോർട്ട് ചെയ്ത് ഇതേ കണക്കുണ്ടെങ്കിൽ മാലയൊക്കെ ഇട്ട് ഇറങ്ങിയ സമയത്തുണ്ടായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയപ്പോഴത്തേക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് അവൻ പിന്നെ ഇതേ കണക്കത്തോട്ടൊരു കേസിലുണ്ടെങ്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യം ഉണ്ടെങ്കിൽ 100% അവർ ശരിയാ തെറ്റാന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും പരാതിയുടെ കാര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഇതേകണത്തുള്ള കാര്യങ്ങൾ വെളിയിൽ വന്ന് പറഞ്ഞത് അന്വേഷിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും ഇത് നടന്ന കാര്യമാണോ അല്ലയോ എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ.